ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ പ്രസിഡന്റ് മൗലാന സാജിദ് റഷീദിക്കെതിരെ പ്രതിഷേധം ശക്തം. ഭാരതത്തിൽ ഭരണഘടനയുണ്ടെന്നും ഇവിടെ ശരിയത്ത് നിയമം നിലവിലില്ലെന്നും ബി.ജെ.പി. ശരിയത്ത് അനുസരിക്കുന്നവർ നേരത്തെ തന്നെ പാകിസ്ഥാൻ വിഭജിച്ച് അവിടേക്ക് പോയെന്നും മൗലാന സാജിദ് റഷീദിക്കും അവിടേക്ക് പോകാമെന്നും ബി.ജെ.പി. നേതാവ് ബാബുലാൽ മറാണ്ടി പ്രതികരിച്ചു. ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ പ്രസിഡന്റ് മൗലാന സാജിദ് റഷീദിയുടെ ബാലവിവാഹത്തെ അനുകൂലിക്കുന്ന പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പെൺകുട്ടികൾ ഋതുമതിയാകുമ്പോൾ തന്നെ വിവാഹം കഴിക്കണമെന്നും ശരീഅത്തിൽ വിവാഹത്തെക്കുറിച്ച് പറയുന്നത് പോലെ പലയിടങ്ങളിലും പെൺകുട്ടികളുടെ വിവാഹം നടക്കുന്നുണ്ടെന്നും സജീദ് റഷീദി പറഞ്ഞിരുന്നു. വിവാഹം വൈകുന്നത് പീഡനത്തിനും ബലാത്സംഗത്തിനും കാരണമെന്ന അദ്ദേഹത്തിന്റെ പരാമർശവും വൻ പ്രതിഷേധത്തിന് കാരണമായി. ജാർഖണ്ഡ് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ബി.ജെ.പി. നേതാവുമായ ബാബുലാൽ മറാണ്ടി രൂക്ഷമായ ഭാഷയിലാണ് ഈ പ്രസ്താവനയെ വിമർശിച്ചത്. ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞവരാണ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിന്റെ ഫലമായാണ് ഭാരതം വിഭജിക്കപ്പെട്ടത്. ഭാരതത്തിന്റെ ഭരണഘടന അനുസരിച്ച് ഇവിടെ ജീവിക്കുന്നതിൽ മൗലാന സാജിദ് റഷീദിക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത്തരം ആളുകൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നും ബാബുലാൽ മറാണ്ടി പറഞ്ഞു. मुझे लगता है अगर उनको भारत के संविधान के अनुसार रहने में उनको यहाँ दिक्कत है, भारत के कानून को मानने में उनको दिक्कत है, तो फिर मैं चाहूँगा कि ऐसे लोगों को 1947 में पाकिस्तान बना दिया गया है, तो आज भी उनको जाना चाहिए. और भारत सरकार को उनके पास पैसा नहीं हो तो टिकट काट देगी, लेकिन उनको जाना चाहिए. ഭാരതത്തിൽ ഭരണഘടനയുണ്ട്, അതനുസരിച്ചായിരിക്കും ഇവിടം ഭരിക്കപ്പെടുക. ഓരോ ഭാരതീയനും അത് കർശനമായി പാലിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരം ആളുകൾ സമുദായത്തിന് നാണക്കേടാണെന്നും അപലപനീയമായ പ്രസ്താവനയാണ് ഇമാം അസോസിയേഷൻ പ്രസിഡന്റിന്റേതെന്നും ബി.ജെ.പി. നേതാവ് ഷാനവാസ് ഹുസൈൻ പറഞ്ഞു. വനിതാ യുവജന സംഘടനകളും ഇമാം അസോസിയേഷൻ പ്രസിഡന്റിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ജനം, ഡൽഹി.